എല്ലാവർക്കും നമസ്കാരം. വളരെയേറെ സന്തോഷം നമുക്ക് മലയാളികളായിട്ടുള്ള സാധാരണ ജനത്തിന് തോന്നുന്ന ഇല്ലെങ്കിൽ തോന്നേണ്ട അവസരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളിപ്പോൾ ഈ ജൂൺ മാസം ആദ്യമായി സ്കൂളുകൾ തുറക്കുന്നു. കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളതും അപ്പം നാളെ വിദ്യാരംഭം ആരംഭിക്കുകയാണ്. വിദ്യാരംഭമല്ല, സ്കൂളുകൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള തിരക്കിൽ ആ കൂട്ടത്തിൽ നമുക്ക് സന്തോഷപ്രദമായിട്ട് ഈ കഴിഞ്ഞ മെയ് 31 ഒരു പറ്റം സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൂട്ടത്തോടെ വിരമിച്ചു. ഏതാണ്ട് 16,000 സംതിങ് ആളുകൾ വിരമിച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടുതലും അധ്യാപകരാണ് എന്നാണ് അറിയുന്നത്. അതിനകത്ത് അതീവ സന്തോഷകരമായ കാര്യം എന്ന് പറഞ്ഞാൽ 9,100 കോടി രൂപ ഇവരുടെ വിരമിക്കൽ ആനുകൂല്യം മാത്രമായിട്ട് കൊടുക്കണം എന്ന് പറയും. അതിനകത്ത് 15 ലക്ഷം മുതൽ 1.5 കോടി രൂപ വരെ കൊടുക്കേണ്ട ആളുകളുണ്ട്. നമുക്ക് പിന്നെ ഖജനാവിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ പ്രശ്നമല്ല, അത് കൊടുത്തോളും. ഇല്ലെങ്കിൽ അതിനുള്ള ഇതിനിടയ്ക്ക് വേറെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ വേതനം പിടിച്ചു വെച്ചുകൊണ്ട് 20% പിടിച്ചു വെക്കും. അങ്ങനെ ഒരു സംതിങ് കേട്ടോ അവർ സന്തോഷപ്രദമായ പിന്നീട് ആ പൈസ തിരിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ പേരൊക്കെ പറയുന്നത് കേട്ടു. അപ്പം അത് വളരെ സന്തോഷകരമാണ്. അപ്പം നമ്മൾ ഈ വളരെ ക്രൂരമായിട്ടായിട്ടുള്ള ഇല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ആഘോഷകരമായിട്ട് കൂലിപ്പണിയെടുത്ത് ഇല്ലെങ്കിൽ പണിയൊന്നും ഇല്ലാതെ പണിയെടുക്കാൻ പറ്റാതിരിക്കുന്ന ആളുകൾക്ക് 1,600 രൂപ വലിയ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള വസ്തുതയിൽ 4-5 മാസമായിട്ട് അത് കുടിശ്ശികയാണെന്നുള്ള വസ്തുത. കാരണം അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അവർ ജീവിതകാലം മുഴുവൻ 320 ദിവസം പണിയെടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ വലിയ പൈസയുടെ ആവശ്യമില്ല. ഇവർ ഈ പാവങ്ങൾ ഈ വർഷത്തിലൊരു 200 ദിവസത്തിൽ താഴെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, 150 ദിവസം ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. അവൾ വളരെ കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ചോറൊക്കെ പൊതിഞ്ഞ് കെട്ടി പോയി അതിന് DA കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അവർ 56 വയസ്സ് വരെ നല്ല ആരോഗ്യത്തിൽ അതുവരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത്, നമുക്കറിയാമല്ലോ, ഓഫീസിൽ പോയിരിക്കുന്നു. വളരെയേറെ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് സാമ്പത്തിക വലിയ ഇതൊന്നുമില്ലാതെ, വലിയ സമ്പാദ്യമൊന്നുമില്ലാതെ 56-ാമത്തെ വയസ്സിൽ അവർ ഈ 15 ലക്ഷമോ ഇല്ലെങ്കിൽ 1.5 കോടി രൂപയോ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അത് അവർക്കത് അത്യാവശ്യമാണ്. മറ്റവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള വസ്തുത നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പുതിയൊരു വാർത്ത ഇന്ന് വായിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ PSC ആണ് ഇതിനെല്ലാം ചടുവലിക്കുന്നത് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നടത്തുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അവരുടെ ശമ്പളം, PSC ചെയർമാൻ്റെ ഉൾപ്പെടെ PSC മെമ്പേഴ്സിൻ്റെ ശമ്പളം കൂട്ടണം എന്നൊരു വാർത്ത ഇന്നത്തെ പത്രത്തിൽ നമ്മൾ വായിച്ചു. അവർക്ക് നിലവിൽ 2.5 ലക്ഷം രൂപ ശമ്പളം ഉള്ളവർക്ക് 2,44,000 അത്ര ശമ്പളം ഉള്ളവർക്ക് 4 ലക്ഷം ആക്കണം. വളരെ ന്യായമായ ആവശ്യം. ഒരു മാസം മെമ്പർമാർക്ക് 2.25 ഉള്ളത് അത് 3.25 അടുത്ത് അത് അങ്ങനെ ആക്കണം. അതുപോലെ അവരുടെ പെൻഷനും കൂട്ടണം. തികച്ചും ന്യായമായ ആവശ്യമാണ്. കാരണം അവർ അത്ര കഷ്ടപ്പെട്ട് കഠിനമായ പ്രയത്നങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് പെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 1.25 ലക്ഷം രൂപ ഇപ്പം നിലവിൽ പെൻഷനുള്ളൂ. 1.25 ലക്ഷവും 1,14,000 20,000 അങ്ങനെയാണ് മെമ്പർമാർക്ക് ഉള്ളൂ ഒരു മാസം. ഈ വിരമിച്ച് കഴിയുമ്പോൾ അത് നിസ്സാര നാളുകൾ ജോലി ചെയ്താൽ മതി. 2 വർഷമോ 2.5 വർഷം കണ്ട് ഇവർ ഈ സ്ഥാനത്തിരുന്ന് കഴിയുമ്പോൾ അവർക്ക് പെൻഷൻ കിട്ടും. തികച്ചും അത്യാവശ്യമുള്ള കാര്യമാണത്. അപ്പോൾ അത് 2.5 ലക്ഷം രൂപയായി മാറും. നമ്മൾ ആലോചിക്കണം, 21 അംഗങ്ങളുണ്ട് നമ്മുടെ കേരള PSCയിൽ. അതിലിപ്പം 3 പേര് 4 പേരെ കണ്ട് തസ്തിക നികത്താത്തതുണ്ട്. ബാക്കി 17 പേര് ഇപ്പം നിലവിലുണ്ട്. അത് വളരെ ആവശ്യമാണ്. അപ്പോൾ PSCയിൽ നിന്ന് എത്ര പേര് ഇപ്പം നിലവിൽ നമ്മുടെ സർക്കാർ ജോലികളിലേക്ക് വരുന്നുണ്ട്, ഇല്ലെങ്കിൽ PSC മുഖാന്തരത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അതെന്തോ ആയിക്കോട്ടെ, അത് പാർട്ടി മുഖാന്തരമോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ താൽക്കാലിക നിയമനം സ്ഥിരപ്പെടുത്തിയൊക്കെ ആയിട്ട് ആളുകൾ സർക്കാർ ജോലി എടുത്ത് കഷ്ടപ്പെടട്ടെ എന്നുള്ള രീതിയിൽ കുറച്ച് പേർക്ക് അങ്ങനെ ജോലി കിട്ടുന്നു. അപ്പം UPSC എന്ന് പറയുന്ന സംവിധാനമുണ്ട്, കേന്ദ്രത്തിലെ എല്ലാ കാര്യങ്ങളും പരീക്ഷകളും ഉൾപ്പെടെ നടത്തുന്ന. അവർ 9 അംഗങ്ങളേ ഉള്ളൂ. അവർ 9 അംഗങ്ങളും മതി. പക്ഷേ നമ്മുടെ കേരള PSC എന്ന് പറയുമ്പോൾ അത് പോരാ. അവർ ശക്തമായ രീതിയിൽ ജോലി ചെയ്ത് ആളുകളെ സഹായിച്ച് നമ്മുടെ പൊതുഖജനാവ് സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനം. ഏതാണ്ട് 4 കോടി രൂപ അധിക ചെലവ് വരുമെന്നാണ് പറയുന്നത്. അത് 2006 മുതൽ ഇല്ല 2006 മുതലുള്ള കുടിശ്ശിക ഉൾപ്പെടെ കൊടുക്കണവർക്ക് ഇത്രയും പൈസ. അപ്പം നമ്മൾ ആലോചിക്കുന്ന 20 പേര് 21 പേര് മാസത്തിൽ ഇല്ല വർഷത്തിലായിട്ട് 2-3 സിറ്റിംഗ് ഒക്കെ നടത്തുന്നുള്ളൂ. അതിന് DA വേറെ കിട്ടും. അതിന് ഇവർക്ക് ഓഫീസ് സ്റ്റാഫുണ്ട്. ഇനിയിപ്പോൾ ചെയർമാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫീസ് സ്റ്റാഫുണ്ട്, കാറുണ്ട്, ഓഫീസുകളുണ്ട്, അതുപോലെ ഒരുപാട് സംവിധാനങ്ങൾ. അത് ആവശ്യമാണ്. അതിനകത്തൊരു പരിധി വരെ കുറേ 10 പേരങ്ങനെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ബാക്കി ഈ രാഷ്ട്രീയക്കാരൻ നോമിനികളാണെന്നും കേട്ടു. അപ്പം എന്തായാലും അത് വളരെ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ഈ നമുക്ക് എന്തായാലും വളരെയേറെ ആനന്ദകരമായ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ആരോഗ്യരംഗം വളരെ മികച്ചതാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ മന്ത്രിമാരിലെ നേതാക്കന്മാർ ഇല്ലെങ്കിൽ അങ്ങനെ വിശിഷ്ടരായിട്ടുള്ള ആളുകൾ ഈ അമേരിക്കയിലോ കാനഡയിലോ ഇല്ലെങ്കിൽ ഫ്രാൻസിലോ അങ്ങനെ പല വിദേശ രാജ്യങ്ങളിൽ പോയി ചികിത്സിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം ഇവിടുത്തെ ഈ പൈസ നമുക്ക് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ടായിരിക്കും. കാരണം ഇല്ല പിന്നെ ഇതുപോലെ പൈസ കൊടുക്കാൻ തികയില്ലല്ലോ ആളുകൾക്ക്.
ഈ ഉദ്യോഗസ്ഥന്മാർക്കും ഇല്ലെങ്കിൽ PSC ചെയർമാൻ അതുപോലെ ഓരോ ബോർഡുകൾക്ക് അവർക്ക് കൊടുക്കാൻ തയ്ക്കുകയില്ല. അപ്പം നമ്മൾ ഈ പൈസ കൂടുതലിൻ്റെയാണ്. നമ്മളിപ്പോൾ സാധാരണക്കാർ, ഞാൻ പറഞ്ഞല്ലോ, സാധാരണക്കാരനോട് ആശുപത്രി ചെന്നാലും സർക്കാർ ആശുപത്രി ചെന്നാലും അവനെ അടുത്ത് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ആന, ഒരു രസകരമായ വാർത്തയാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കൂട്ടം ആനകൾ നടന്നു വരുമ്പോൾ അതിനകത്ത് ഒരു ആന ചട്ടിച്ചട്ടി നടക്കുന്നു, അതിൻ്റെ കാലിൽ കയറ് കുരുങ്ങിയതാണ് എന്ന് ഇവർ അതിവിദഗ്ധമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അയൽ സംസ്ഥാനത്ത് നിന്ന് അതിന് പറ്റിയ ആളുകളെ കൊണ്ടുവന്ന് ഇതിനെ മയക്കുപൊടി വെച്ച് വീഴിച്ച് അതിൻ്റെ കാലിലെ കുരുക്കഴിച്ച് കളഞ്ഞ് അതിന് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് അത് നല്ല നീറ്റായിട്ട് വളരെ ആരോഗ്യവാനായിട്ട് തിരിച്ചു പോയി എന്നുള്ള സന്തോഷകരമായ വാർത്ത നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചു. അപ്പോൾ ഇത് നമ്മൾ സാധാരണക്കാരൻ അവനെങ്കിലും ആശുപത്രി പോവോ പോകാതിരിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു വാർത്തകൾ വായിച്ചു. നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഒരു ചെറിയ പ്രശ്നങ്ങളിലാണ് പറയുന്നത്. ഇത്ര നേരത്തെ നമ്മൾ എല്ലാ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിച്ചു. ഒരു വണ്ടി ആക്സിഡന്റ് ആകുന്നു. ഒരു അന്യദേശ തൊഴിലാളികൾ, നമ്മുടെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളാണ്, 3 പേര് അപകടത്തിൽപ്പെട്ടു. ഈ 3 പേര് ഒരാൾ തത്സമയം മരണപ്പെട്ടു. അതിൽ ബാക്കി ഇവരെ 3 പേരെ കൊണ്ട് ആശുപത്രിയിലേക്ക് പോകുന്നു. ആ ആശുപത്രിയിൽ ഈ ചികിത്സയില്ല, അവർക്കൊരു സീരിയസ് ആണ്, അടുത്ത ആശുപത്രിയിലേക്ക് പോകാൻ പറയുന്നു. ഈ നാട്ടുകാരാണ് നോക്കി നിൽക്കുന്ന നാട്ടുകാരാ, കയ്യിൽ ചായ കുടിക്കാൻ വന്നവനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വന്നവനോ, അവൻ്റെ പൈസ ഇതും കാണുന്ന നിർബന്ധമൊന്നുമില്ല. അവൻ്റെ മനസാക്ഷിയുടെ കൂടുതലുകൊണ്ട് അവൻ ഈ ആളുകളെ എടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ചെന്നപ്പോൾ ഇവർ പറയുന്നു പൈസ കെട്ടണം, പൈസ കെട്ടാതെ ഇവർക്ക് ചികിത്സിക്കാൻ പറ്റില്ല, ഇവർ ആരാന്നറിയത്തില്ല, വീണ ആരാന്നറിയത്തില്ല. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾക്ക് മാറ്റം വരണം. അപ്പം ഈ മനുഷ്യനെ കൊണ്ടുവരുമ്പോൾ ചികിത്സിക്കാൻ സംവിധാനം അവിടെ ഇല്ല. എന്നിട്ട് ഞാൻ അറിഞ്ഞത് ഈ കൊണ്ടുവരുന്ന ആളുകൾ തൊട്ടടുത്ത വക്കീൽമാരെ സമീപിച്ചു എന്നാണ്. വക്കീൽമാരെ വിളിച്ചു. കാരണം ഈ ആക്സിഡന്റ് കേസ് വന്നു കഴിഞ്ഞാൽ വക്കീൽമാർ ആ കേസ് ഏറ്റെടുത്തുകൊണ്ട് പൈസ ഇൻഷുറൻസ് കിട്ടുന്നതാണെങ്കിൽ കേസ് നടത്തുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന ഉള്ള റേഞ്ച് വിളിച്ചതിലായിരിക്കും ഈ പാവങ്ങൾ വക്കീൽമാരെ സമീപിച്ചത്. അപ്പോൾ നമ്മളൊരു സാധാരണ മനുഷ്യൻ, അവൻ മലയാളി ആയിക്കോട്ടെ മറ്റേതൊരു ദേശക്കാരനായിക്കോട്ടെ, അവനൊരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ അവൻ ചികിത്സിക്കാൻ നമ്മുടെ കയ്യിൽ സംവിധാനങ്ങളില്ല, മരുന്നില്ല, ഇല്ലെങ്കിൽ ആശുപത്രികളിൽ ചികിത്സയില്ല. അപ്പോൾ ആ സമയത്താണ് ഈ തികച്ചും മിണ്ടാപ്രാണികളായ ഈ പാവങ്ങളെ, ഈ കയർ കുഴുങ്ങിയതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്ന് തോന്നുന്ന മൃഗങ്ങളെ, പ്രത്യേകിച്ച് വന്യമൃഗങ്ങളെ കൊണ്ടുവന്ന് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളെ കൊണ്ടുവന്ന് ചികിത്സിച്ച് ഭേദമാക്കി വിടുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം നമ്മൾ നാട്ടുമൃഗങ്ങളാണെങ്കിൽ, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളാണെങ്കിൽ വേറെ ഫീസ് കൊടുക്കണം, അതിന് ചീട്ടെടുക്കണം, അതിന് ഏതാ മരുന്ന് വേണം, മരുന്ന് പുറത്തേക്ക് കുറിച്ച് തരും, അതിനൊക്കെ വേണം. അപ്പം നമ്മൾ സാധാരണക്കാരെ വളരെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ നമുക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ പറ്റും? അപ്പം തികച്ചും ഇവർക്കൊക്കെ ശമ്പളം വർദ്ധിപ്പിക്കേണ്ടതാണ് PSC മെമ്പേഴ്സിനായാലും. അല്ലാതെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു MLA മാർക്ക്, MP മാർക്ക്, ഇല്ലെങ്കിൽ മന്ത്രിമാർക്കൊക്കെ അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ തികച്ചും വർദ്ധിപ്പിക്കേണ്ടതാണ്. കാരണം പണിയെടുക്കാനും പൈസ കൊണ്ട് കൊടുക്കാനും ഈ സാധാരണക്കാരായിട്ടുള്ള നികുതി കൊടുക്കുന്ന നമ്മളുണ്ടല്ലോ, ഇതിൽ നികുതിനെ കൂട്ടിട്ട് അങ്ങോട്ട് കൊടുക്കട്ടെ. അല്ലാതെ ഇവരിത് സന്തോഷമായിട്ടിരിക്കണം. നമുക്കൊക്കെ സന്തോഷം കൂടുതലാണ്, സാധാരണ ഇനത്തിൽ സന്തോഷം കൂടുതലാണ്. അതേ സന്തോഷം ഈ ഉദ്യോഗസ്ഥന്മാർ അനുഭവിക്കട്ടെ. ഇനിയിപ്പോൾ അനുഭവിക്കാൻ പോവുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.